Hi all, എല്ലാവർക്കും Upbeat Pinnacle അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാത്തമാറ്റിക്സുമായിട്ടല്ല ഫിസിക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം പഠിക്കാനുള്ള കാര്യം യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. നമുക്ക് രണ്ട് ബോഡി ഉണ്ട്, ഒരു ബോഡി നെക്സ്റ്റ് അടുത്ത ബോഡി. അപ്പോൾ ഒരു ബോഡി ഈ ഫസ്റ്റ് ബോഡിയുടെ മാസ് ആണ് m1 എന്നും ഈ സെക്കൻഡ് ബോഡിയുടെ മാസ് ആണ് എന്ത് m2 എന്നും വിളിക്കുന്നു. ഈ ബോഡി നിൽക്കുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, സോ ആ ഡിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് സ്മോൾ ലെറ്റർ ആർ. ക്യാപിറ്റൽ ആർ അല്ല, സ്മോൾ ലെറ്റർ ആർ. ക്യാപിറ്റൽ ആർ ഒക്കെ വരും അങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് പറയാതെ. അപ്പം m1 എന്നൊരു ബോഡി m2 എന്നൊരു ബോഡിയുടെ മാസ് ആണ്, അത് ഡിസ്റ്റൻസ് എന്താണ് r ആണ് എങ്കിൽ അതിനിടക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. സോ ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഉണ്ട് F ഈക്വൽ ടു G m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. G m1 m2 ഡിവൈഡ് ബൈ r സ്ക്വയർ എന്ന് പറയപ്പെടുന്നതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ആ രണ്ട് ബോഡീസിനിടക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ദിസ് G എന്തുവാ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ലേ. അപ്പം m1 m2 ഡിവൈഡ് ബൈ r സ്ക്വയർ. അപ്പം ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്, ആ ബോഡിയുടെ മാസ്, അടുത്ത എന്താണ് ആ ബോഡിയുടെ ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് ആ ബോഡി ഇരിക്കുന്ന ഡിസ്റ്റൻസ്. നമുക്ക് ഈ ഡിസ്റ്റൻസ് കിടക്കുന്ന ഡിവൈഡിന്റെ താഴെയാണല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ച് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും, കുറയും. ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ച് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും, കുറയും. അത് നോക്കി വെച്ചേക്കുക, കാരണം ഒരു മാർക്ക് വല്ലതും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒരു വസ്തുവിന്റെ ഡിസ്റ്റൻസ് ഇത്രയായിരുന്നു, അത് ഞാൻ പൊക്കി ഒരു 10-15 ഒരു ഇപ്പോൾ 5 മീറ്റർ അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ ഇരിക്കുന്ന ഡിസ്റ്റൻസ് ഞാൻ അത് പൊക്കി നേരെ കൊണ്ടൊരു 10 ആക്കി എങ്കിൽ അവിടുത്തെ ഫോഴ്സ് കൂടുവോ കുറയുമോ, മേ ബി ഒരു മാർക്കിന് ചോദിക്കാം, ഉറപ്പൊന്നുമില്ല. അപ്പം എനിക്ക് അറിയത്തില്ല, വേണമെങ്കിൽ ഇക്വേഷൻ ഇട്ട് കണ്ടുപിടിക്കണം പറഞ്ഞ് ഇരിക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ബോഡിയുടെ മാസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മാറ്റുന്നില്ല. എന്ത് മാത്രമേ മാറ്റുന്നുള്ളൂ, ഡിസ്റ്റൻസ് മാത്രമേ നമ്മൾ മാറ്റുന്നുള്ളൂ. സോ ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ച് എന്ത് കുറയും, അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. നോട്ട് ചെയ്ത് വെച്ചോ. കാരണം എന്തുകൊണ്ടാണ് കുറയാനുള്ള കാരണം, ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്. ഡിനോമിനേറ്ററിൽ ഓരോ ടേമിന്റെയും പവർ നമ്പേഴ്സ് കൂടി വരുവാണ്, ഡിജിറ്റ് കൂടി വരുവാണെങ്കിൽ മുകളിൽ ഓരോ വാല്യൂസ് എന്ത് ചെയ്യും, കുറഞ്ഞു വരുമെന്ന് അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ് എന്ത്, ദ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. F ഈക്വൽ ടു G m1 m2 ഡിവൈഡ് ബൈ r സ്ക്വയർ. രണ്ട് ബോഡീസ് ഉണ്ട്, ആ രണ്ട് ബോഡി ഒരേ ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണെങ്കിൽ അതിനിടക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാലാണ് F ഈക്വൽ ടു G m1 m2 ഡിവൈഡ് ബൈ r സ്ക്വയർ എന്ന് പറയുന്നത്.